അറിഞ്ഞൂടാ, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഹലോ ഗൈസ്, എൻ്റെ പേര് ഗായത്രി. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ആൻഡ് ഈ വ്ളോഗ് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഈ രാത്രിയിൽ എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല എന്നിട്ടും വണ്ടി കയറി എൻ്റെ വീട്ടിൽ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചിരുന്ന ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡാണ് ആൻഡ് ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ലൈഫിൽ നടക്കുമ്പോഴായിരിക്കും കുറച്ചൊരു ത്രില്ല് സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നത്. ഇടാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിടണോ ഏതിടണം എന്ന്. ഫൈനലി ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ വെളുപ്പിന് എണീച്ച് വീട്ടിൽ കുറേ പണിയൊക്കെ തീർക്കാറുണ്ട്. ഒക്കെ തീർത്തിട്ട് ഇനിയിപ്പോൾ ഒരുങ്ങണം, റെഡി ആവണം. എപ്പോൾ വരും അവരെപ്പോൾ വരും എന്ന് അറിഞ്ഞൂടാ. അപ്പോഴത്തേക്കിന് റെഡി ആയിട്ട് നിൽക്കണം. അറിഞ്ഞൂടാ, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം മൊത്തം കാണാം, റെഡി ആയിട്ട് തരാം. അവരെത്തി ഗൈസ്, അവരെത്തി. കാര്യം എന്താണെന്നല്ല ആലോചിക്കുന്നത്, വളച്ചു കിട്ടുന്നില്ല. ഞാൻ ഈ രാവിലെ എണീച്ച് ഒരുങ്ങി കിട്ടി നിൽക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു ടീം എൻ്റെ വീട്ടിലേക്ക് വരും. അതും എവിടെ നിന്നാന്നല്ലേ, അങ്ങ് BBC-ന്ന്, ന്യൂഡൽഹിയിലുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ചെന്നൈയിൽ നിന്നാണ് ആ ടീം വരുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവരെൻ്റെ വീട്ടിലേക്ക് വരുന്ന എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ, അതും BBC പോലൊരു ചാനലിൽ നിന്ന്. എന്താ ഞാൻ പറയേണ്ടത്? ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വന്ന് എനിക്ക് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയൂടാ, പക്ഷേ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഫേമസ് ആയ ചാനലിൽ നിന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ആൻഡ് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് ഷോക്ക്ഡ്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. അതിലും ബെസ്റ്റ് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും ആ ക്യാമറയുടെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ റിയലി ഐ ആം പ്രൗഡ് മൈ സെൽഫ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ആദ്യമായിട്ടാണ് അവരങ്ങനെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്നെപ്പറ്റി ഒരു അഭിമാനത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു മകളെന്ന നിലയിൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ അച്ചീവ് ചെയ്തെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ രാവിലെ 10-10:30 ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തി. അവർ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 മണിയോളമായി. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് നേരെ ചെന്നൈ എത്തണമായി. അവർ തിരിച്ചു പോയി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുവരെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് എന്നെ കാണുന്നത്. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു ക്യാമറയുടെ മുന്നിൽ വരിക, ലൈക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്കവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ടേ കാണും. സോ ഇത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി, സന്തോഷം, താങ്ക് യു.